തിരുവനന്തപുരം കുന്നത്തുകാൽ ശകാകുമാരി വധക്കേസിൽ പ്രതിയായ ഭർത്താവ് അരുണിന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മധ്യവയസ്കയായ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ക്രൂരകൃത്യത്തിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി. സംഭവം നടന്ന് 4.5 വർഷത്തിന് ശേഷമാണ് പ്രതിയായ ഭർത്താവിന് ശിക്ഷ വിധിക്കുന്നത്. 28-കാരനായ പ്രതി അരുണുമായി പ്രണയത്തിലായതിന് പിന്നാലെയായിരുന്നു വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ച് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 52-കാരി ശാഖാകുമാരിയുടെ വിവാഹം. എന്നാൽ വിവാഹം രഹസ്യമാക്കാനായിരുന്നു അരുൺ ശ്രമിച്ചത്. വിവാഹത്തിന് മുമ്പേ അരുൺ ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു. എന്നാൽ ശാഖാകുമാരിക്ക് തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹമാണ് കൊലപാതകത്തിലെത്തിയത്. 2020 ഡിസംബർ മാസം 26-ന് പുലർച്ചെ 1:30-യോടെയാണ് കൊലപാതകം നടന്നത്. കിടപ്പുമുറിയിൽ വെച്ച് ബലം പ്രയോഗിച്ച ഇലക്ട്രിക് വയറിലൂടെ ശാഖാകുമാരിയുടെ വലത് കൈത്തണ്ടയിലും മൂക്കിലും കറന്റ് കടത്തിവിട്ട കൊലപ്പെടുത്തുകയായിരുന്നു. ക്രിസ്മസ് രാത്രിയിൽ ബന്ധുക്കൾ മടങ്ങിയ ശേഷം അരുൺ ഭാര്യയെ കൊല്ലാൻ മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നെന്ന് പോലീസ് കണ്ടെത്തി. സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അടിസ്ഥാനമാക്കിയായിരുന്നു അന്വേഷണം. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. അച്ഛൻ ഹൃദ്രോഗിയാണെന്ന പ്രതിയുടെ വാദം തള്ളിയാണ് കോടതി ഉത്തരവ്. 24 തിരുവനന്തപുരം.